റുപ്പിബങ് യൂട്യൂബ് ചാനലിനെ വളരെ പ്രശസ്തമാക്കിയിട്ടുള്ളത് KSFE ചിട്ടികളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. KSFE ചിട്ടികളെ പറ്റിയിട്ടുള്ള വീഡിയോ ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ചിട്ടിയെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി ചിട്ടി ചേർന്ന് വളരെയധികം ലാഭം ഉണ്ടാക്കിയ ഒരു സുഹൃത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചിട്ടിയെ പറ്റി നമ്മൾ ഇതുവരെയും കവർ ചെയ്യാത്ത ഒരു 3-4 പോയിന്റ് പറഞ്ഞു തരികയുണ്ടായി ചിട്ടിയെ പറ്റിയിട്ട്. ആ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. KSFE ചിട്ടികളെ പറ്റിയിട്ട് അധികം ആരും പറയാത്തതും അധികം ആരും അറിയാത്തതുമായിട്ടുള്ള 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ. എന്നെ കോൺടാക്ട് ചെയ്ത സബ്സ്ക്രൈബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചിട്ടികളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുൻപ് വരെ പലതരത്തിലുള്ള ലോണുകൾ എടുത്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ചിട്ടികള് കുറച്ചൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേത് ലോണിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ഉദാഹരണം എനിക്ക് പറഞ്ഞു തന്നു. ഒരു 10 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുക്കണം. ഏറ്റവും നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരാൾക്ക് പോലും 12% പലിശ വരാനുള്ള സാധ്യതയുണ്ട്. 5 വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 12% ഡിമിനിഷിംഗ് റേറ്റിൽ വരുമ്പോൾ 22,244 രൂപയോളം EMI വരും. അതായത് ഈ 5 വർഷം കൊണ്ട് 13,30,000 രൂപയോളം തിരിച്ചടക്കേണ്ടി വരും. 3,30,000 രൂപ പലിശ ഇനത്തിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് മുൻകൂട്ടി അറിയാമെങ്കിൽ 1-2 വർഷം മുൻപ് ഒരു KSFE ചിട്ടിയിലൂടെ ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അദ്ദേഹം പറഞ്ഞ ഉദാഹരണം അനുസരിച്ചാണ് 50 തവണകളുള്ള ഒരു 25,000 രൂപയുടെ ചിട്ടി, 12.5 ലക്ഷത്തിന്റെ ചിട്ടി ചേരുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 10 ലക്ഷം രൂപയ്ക്കൊക്കെ അത് പിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ആ ചിട്ടി ഒരു 10 ലക്ഷം രൂപയ്ക്ക് പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം തിരിച്ചടക്കേണ്ടി വരിക ഒരു 10,30,000 രൂപയൊക്കെയാണ് തിരിച്ചടക്കേണ്ടി വരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ട്രാക്ക് റെക്കോർഡിൽ നിന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്. അതായത് 13.5 ലക്ഷം രൂപ ലോൺ അടയ്ക്കുന്നതിന് പകരമായിട്ട് ഈ 10 ലക്ഷം രൂപ കിട്ടുന്നതിനായിട്ട് ഒരു 10,30,000 രൂപയ്ക്ക് അടയ്ക്കേണ്ടി വരുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം അതിനൊരു കണക്കും പറഞ്ഞു തന്നു. ആദ്യത്തെ നറുക്ക് 25,000 അടയ്ക്കേണ്ടി വരും. രണ്ടാമത്തെ മുതൽ ഒരു 20 നറുക്ക് വരെ ആവറേജ് ആയിട്ട് 20,000 രൂപ ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. അടുത്തൊരു 20 നറുക്ക് ഒരു 22,000 അല്ലെങ്കിൽ 23,000 രൂപ അടയ്ക്കേണ്ടി വരും. പിന്നെ അവസാനത്തെ ഒരു 10 നറുക്ക് 25,000 തികച്ചടച്ചാലും 10,30,000 രൂപയൊക്കെ നമുക്ക് തിരിച്ചടവ് വരുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതായത് 10 ലക്ഷം കിട്ടാൻ, 10 ലക്ഷം മുൻകൂറായി കിട്ടാൻ നമ്മൾ ആകെ അടയ്ക്കേണ്ടത് ഒരു 10-30 ഒക്കെയാണ്. ലോണിന്റെ സിറ്റുവേഷനിൽ നമ്മൾ 3 ലക്ഷം രൂപയോളം കൂടുതൽ അടയ്ക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ കാലത്തേക്കുള്ള ചിട്ടിയുടെ കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഈ 3 ലക്ഷം എന്നുള്ള ചെറിയൊരു കുറവുള്ളത്. അതേസമയം ദീർഘകാല ചിട്ടികൾ, ഇപ്പൊ 100 മാസത്തെ ചിട്ടി, 120 മാസത്തെ ചിട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ അധികം ലാഭം, ഇതിനെ ഇരട്ടിയോളം ലാഭമൊക്കെ ഉണ്ടാവുന്നതാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതിൽ നിന്നും ഒക്കെ മനസ്സിലായത് എന്നാണ് പറഞ്ഞത്. അത് ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അടുത്തൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞത് വളരെ സെൻസിബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. സിബിൽ സ്കോർ ഇല്ലാതെ, അല്ലെങ്കിൽ സിബിൽ സ്കോർ ഒന്നും ചെക്ക് ചെയ്യാതെ കിട്ടുന്ന ഒരു ലോൺ പ്രോഡക്റ്റ് ആണ് ചിട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മള് ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മളോട്, അല്ലെങ്കിൽ ചേരുന്നതിന് മുമ്പ് നമ്മളോട് ആരെങ്കിലും സിബിൽ സ്കോർ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ? അതുപോലെ ചിട്ടിയെ പൈസ തരുന്നതിന് സിബിൽ സ്കോർ തടസ്സമാവോ? ഇല്ല. അതേസമയം തന്നെ നമുക്ക് ഒരു ലോൺ കിട്ടുന്നതിനായിട്ട് സിബിൽ സ്കോർ ഒരു തടസ്സം തന്നെയാണ് അല്ലെ? ഒരു 750 അല്ലെങ്കിൽ 700 ഒരു സിബിൽ സ്കോർ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കിട്ടുകയാണെങ്കിൽ തന്നെ വലിയ ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണുകളൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പൊ സിബിൽ സ്കോർ ഒരു തടസ്സമല്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം. ചിട്ടിയിൽ നിന്ന് മുൻകൂറായി പണം ലഭിക്കുന്നതിന് സിബിൽ സ്കോർ ഒരു തടസ്സമല്ല. മൂന്നാമത്തെ പോയിന്റ് ആണ് എനിക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കേട്ടോ. എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് ഹോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഹോം ലോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാറ് വാങ്ങുന്നതിന് മാത്രമായിട്ടാണ് കാർ ലോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേസമയം നമുക്ക് എന്ത് കാര്യത്തിനും നമ്മളോട് ഈ KSFE ചെന്ന് ഞാൻ ഇന്ന കാര്യത്തിനായിട്ടാണ് ചിട്ടി ചേർന്ന് ഈ പൈസ എടുക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ലോൺ ഒരു മൾട്ടി പർപ്പസ് ആവശ്യത്തിനായിട്ട് ആവശ്യം പറയാതെ തന്നെ കിട്ടും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്. നാലാമതായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് KSFE ചിട്ടിയിൽ നിന്ന് പൈസ കിട്ടുന്നതിന് എന്ത് വേണം? ജാമ്യം കൊടുക്കണം അല്ലെ? എന്തൊക്കെ ജാമ്യം കൊടുക്കേണ്ടി വരും? അതായത് ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ റെസീറ്റ്, LIC പോളിസികളുടെ അതിന്റെ റെസീറ്റ്, പോസ്റ്റ് ഓഫീസ് സ്കീമുകളിലുള്ള റെസീറ്റുകൾ, അല്ലാന്നുണ്ടെങ്കിൽ
ഭൂമിയുടെ ആധാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം, സ്വർണം, മറ്റുള്ള ചിട്ടിയുടെ പാസ്ബുക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള സെക്യൂരിറ്റികൾ KSFE-യിൽ വെക്കാം. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തുടങ്ങുന്നത് ഒരു സ്വർണം വെച്ചിട്ടാണ്. പക്ഷെ ആ സ്വർണം നമുക്ക് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം ഈ സ്വർണം നമുക്ക് തിരിച്ചെടുത്ത് മറ്റൊരു സെക്യൂരിറ്റി വയ്ക്കാം. അപ്പോ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ സെക്യൂരിറ്റി മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ട്, സെക്യൂരിറ്റി സ്വിച്ച് ചെയ്യാനുള്ള എളുപ്പം ഉണ്ട് എന്നുള്ളതാണ് ചിട്ടി ഒരു ലോണായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഗുണം എന്നുള്ളതാണ്. ഇങ്ങനെ ഈ 4 ഗുണങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചിട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വീഡിയോകൾ നമ്മുടെ ഈ ചാനലുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.